അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മോൻ പറഞ്ഞത് ഞാൻ ബീച്ചിലേക്ക് പോവാണെന്നാണ്. അപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇന്നൊരു പാർക്കിലേക്ക് പോകണം. ഇവിടെ വടകര സാൻഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ ഒരു ബീച്ച് പാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ പോയി അവിടെ എത്തിയപ്പോൾ തന്നെ ഐസ്ക്രീമിന് കരയാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഐസ്ക്രീം വാങ്ങി. ഐസ്ക്രീം എങ്ങനെയാണെന്ന് വെച്ചാൽ അടിപൊളി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ പാർക്കിൽ പോയി കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഊഞ്ഞാലും തോണിയൊക്കെ ആയിട്ട് എന്തൊക്കെയോ ചെറിയ ചെറിയ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കയറി മറിഞ്ഞ് എക്സസൈസ് ചെയ്യുന്ന ത്രെഡ്മില്ലാണെന്ന് പറഞ്ഞിട്ടുള്ള പരാക്രമമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നേരെ അതിൻ്റെ മേലെ അപ്പുറത്തുള്ള കളിക്കുന്ന വേറെ സാധനത്തിന് നമ്മൾ കയറി. പക്ഷെ ആശാൻ എന്താണ് കൈയും കാലും ഒന്നും എത്തുന്നില്ല. അപ്പോൾ കുറേ സമയത്തെ പരിശ്രമത്തിനൊടുവിൽ അവൻ തോൽവി സമ്മതിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഹീറോയുടെ വരവ്. അപ്പം ഞാൻ കാണിച്ചു കൊടുത്തു, മോനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും അത് നടക്കുന്നില്ല. അവന് വേണ്ടത് ഈ ത്രെഡ്മില്ല് തന്നെയാണ്. ത്രെഡ്മില്ലിൽ നിന്ന് കുറേ എക്സസൈസൊക്കെ ചെയ്യാണ്. അങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഞാൻ കുറേ നേരം നടത്തി. പക്ഷേ അവൻ വരുന്നില്ല. അവൻ അതിൽ നിന്ന് കുറേ അക്രമാസക്തമായപ്പോൾ ഞാൻ ചെറുതായിട്ട് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ അങ്ങോട്ട് ബീച്ചിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെ ഉള്ള സന്തോഷമാണ് കാണുന്നത്. അങ്ങനെ വണ്ടിയിൽ ചെരുപ്പൊക്കെ വെച്ചു. പക്ഷെ അവൻ നേരെ ഓപ്പോസിറ്റ് നടന്നു പോയി. അപ്പം അവളെ തിരിച്ച് ഇങ്ങോട്ട് വന്നു പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ അവിടെ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള പെർമിഷനില്ല. അവർ മൊത്തം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ മൂപ്പര് ഇറങ്ങണം എന്ന് പറഞ്ഞ ഒരേ പ്രശ്നം. അങ്ങനെ അവസാനം ഞാൻ അവനെ കൂട്ടി ഒന്ന് ജസ്റ്റ് കാലൊക്കെ നനച്ചു കൊടുത്ത് എങ്ങനെയൊക്കെയോ പിടിച്ച് കയറ്റി തിരിച്ച് വരാൻ നോക്കുമ്പോഴാണ് ഈ സംഭവം കണ്ടത്. അങ്ങനെ അവിടെ ഒരു എക്സിബിഷൻ പോലെ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി. അവിടെ പാട്ട് വെച്ചപ്പോൾ ഉള്ള ഡാൻസ് സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത്. അങ്ങനെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. ഒരു ചെറിയ സെറ്റപ്പ് ആണെങ്കിൽ കൂടി നന്നായിട്ടുണ്ട്. കുറച്ച് കിളികളൊക്കെ ആയിട്ട് അവർ കിളികളൊക്കെ പറത്തി. ഞങ്ങൾ കുറച്ച് ഉള്ളിൽ കയറിയപ്പോൾ കിളികളൊക്കെ പറത്തി കാണിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഒരു എന്താ പറയുക സൂ പോലെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റമൊക്കെ വെച്ചിട്ട് രസമുണ്ട്. കുട്ടികൾക്കൊക്കെ കാണാൻ ആസ്വദിക്കാനും പറ്റിയൊരു നല്ല സംഭവമാണ്. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ നടന്ന് കുറച്ച് മുന്നോട്ട് പോയി. അവിടെ സിംഹം ഉണ്ടായിരുന്നു, പിന്നെ ഒരു കരടി ഉണ്ടായിരുന്നു. അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന സംഭവമാണ്. അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആശാന് ഹെലികോപ്റ്ററിൽ കയറണം എന്നിട്ട് ഒരേ വാശി. അങ്ങനെ ഹെലികോപ്റ്ററിലും കയറി. ഹെലികോപ്റ്ററിലൊക്കെ കയറി ഞങ്ങൾ നേരെ നല്ലൊരു സൺസെറ്റ് കണ്ടിട്ട് ബൈ ബൈ പറഞ്ഞു പോയി. ബൈ ബൈ.